പണ്ടത്തെ സിനിമകളിലൊക്കെ ഒരു രംഗം കാണാം. ഒരു പ്രത്യേക അവസരത്തിൽ ഏതെങ്കിലും മഹർഷി അവിടെ വരും. മഹർഷി അവിടെ വന്നിട്ട് എന്തോ അദ്ദേഹത്തിന് അനിഷ്ടകരമായൊരു കാര്യം കാണും. മഹർഷി അങ്ങോട്ട് ശപിക്കും. ഇത് സ്ഥിരം ആണ്. നീ നശിച്ചു പോകട്ടെ, നീ ഒരു മൃഗമായി മാറട്ടെ, കല്ലായി മാറട്ടെ, മരമായി മാറട്ടെ. മഹർഷി ശപിക്കും. ഇത് സിനിമകളിലൊക്കെ ഭംഗിയായിട്ട് കാണിക്കും. ദുർവാസാവ് തുടങ്ങിയുള്ള മഹർഷിമാര് വളരെ കോപിഷ്ഠരാ, പെട്ടെന്ന് കോപം വരും. മഹർഷിമാരുടെ ശാപത്തിന് വ്യത്യാസമുണ്ട് കേട്ടോ. അതൊക്കെ നന്മയ്ക്കായിരിക്കും. അത് ചിലപ്പോൾ കുറച്ചും കൂടി ഒന്ന് വിഷ്വലൈസ് ചെയ്തിട്ട് 3 തുള്ളി വെള്ളം എടുത്തു, വെള്ളമെടുത്ത് അങ്ങോട്ട് തളിച്ചു. നീ മരവൃക്ഷമായി പോകട്ടെ, ശപിക്കും. ഇപ്പോഴത്തെ കാലത്ത് ശാപമുണ്ടോ? ശാപമില്ല എങ്കിൽ നമ്മൾ ഇതൊന്നും കണ്ടിട്ട് ടൈം വേസ്റ്റ് ആക്കണ്ട. ഈ പുരാണ കഥകളൊക്കെ വായിച്ചിട്ട് സമയം ഒട്ടും വേസ്റ്റ് ആക്കണ്ട. കാര്യം എന്താ, ഇപ്പം ആരും ശപിക്കാറൊന്നുമില്ലല്ലോ. ഇപ്പം ആരാ മഹർഷിയുള്ളത്? 3 തുള്ളി വെള്ളം ഇങ്ങനെ തെളിച്ചിട്ട് ശപിക്കാറുണ്ടോ? ശാപം മനുഷ്യ മനസ്സിന്റെ ഒരു ഭാവം ആണ്. ഇന്നും ആ ശാപം ധാരാളം അനുനിമിഷം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നും എല്ലാവരും മഹർഷിമാരാവണമെന്നില്ല. ദശരഥന്റെ ശാപം ആണ് നമ്മൾ ശാപം എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും. 5 കർമ്മേന്ദ്രിയത്തെയും 5 ജ്ഞാനേന്ദ്രിയത്തെയും ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കാനുള്ള മിടുക്ക് നേടി ശബ്ദവേദി. ഇത്രയും വലിയ കാര്യം എന്തിനാ ഉപയോഗിച്ചറിയോ? ആനയെ കൊല്ലാൻ. ശാപം കിട്ടില്ലേ? പക്ഷെ അമ്പ് കൊണ്ടത് മുനികുമാരന്റെ കയ്യിലാണ്. ആ മുനികുമാരന്റെ മേല് അമ്പ് കൊണ്ടു. പുത്രശോകം നിനക്കുണ്ടാകട്ടെ, ശാപം കിട്ടിയ പോലെ. ഈ കഥയൊന്നും അറിയണ്ട. എത്രയോ ശാപങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എല്ലാ മനസ്സിനും ശക്തിയുണ്ട്. ശക്തി ധാരാളമുണ്ട്. TV ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഒരു തവണ ഒരു സ്വിച്ച് ഇട്ടപ്പോൾ TV ഇവിടെ ഓഫായി. വേറെ തവണ റിമോട്ട് കൺട്രോൾ പ്രവർത്തിച്ചു. പ്രപഞ്ചം ഒരു നെറ്റ്വർക്കാണ്. ചെറിയ കുട്ടിയാണ്, നമുക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. മുതലാളിയുടെ മകനാ. നമുക്ക് വല്ലാത്ത വേദന വന്നു. ഒന്നും പറയാൻ നിവൃത്തിയില്ല. സാരല്ലേ മോനെ, പോയിക്കോ. ആ കുട്ടി അച്ഛൻ കേൾക്കാൻ പറയുന്നതാ. ആ വാർദ്ധക്യത്തിലെ ശാപം എന്നുള്ള വാക്കറിയില്ലെങ്കിലും അത് ഈ കുട്ടിയെ ബാധിക്കും. ബാലശാപത്തിന് വളരെ വലിയ ശക്തിയാണ്. അനുനിമിഷം ഇവിടെ ശാപങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സാധനം വാങ്ങാൻ ചെന്നു, കടക്കാരൻ ആ സാധനം ഇപ്പം അവിടെ മാത്രമേ ഉള്ളൂ, ഇപ്പം തന്നെ വേണം, നാളെ കല്യാണം ആവശ്യമാണ്. താങ്ങാൻ കഴിയാത്ത വില പറഞ്ഞു. മനഃപൂർവ്വമാണേ, കിട്ടുമ്പോഴല്ലേ കിട്ടുള്ളൂ വെച്ചിട്ട് വാങ്ങി. വാങ്ങുന്ന ആളിൽ നിന്നൊരു ശാപം ഉണ്ടാകുന്നുണ്ട്. തീരെ ചെറിയ കുട്ടികളെ പഠിപ്പിക്കാൻ വിളിക്കുന്നു അധ്യാപകർ. ബാലശാപം അവർക്ക് സംഭവിക്കുന്നുണ്ട്. ബാലശാപം വാദമായിട്ട് വരുമെന്നുള്ളത് വേറെ വിഷയമാണ്. അനുനിമിഷം കോടിക്കണക്കിന് ആളുകൾ മനസ്സ് വേദനിക്കുന്നുണ്ട്.
ഗുരുനാഥന്മാർ ശിഷ്യന്മാരെ വേദനിപ്പിക്കുന്നുണ്ട്. ഗുരുവല്ലേ, വല്ലാതെ ശിഷ്യന്മാരെ വേദനിപ്പിക്കുന്നുണ്ട്. ഗുരുവിനെ ഒഴിവാക്കാൻ പറ്റില്ല. ശിഷ്യന്മാർ ഗുരുവിനെയും വേദനിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബാംഗങ്ങളുടെ ശാപം ഏറ്റുവാങ്ങുന്നുണ്ട്. ഭാര്യയ്ക്ക് നടക്കാൻ വയ്യാത്തപ്പോൾ എങ്ങനെയോ കഷ്ടപ്പെട്ടിട്ട് ആഹാരം മേശപ്പെടുത്തുമെന്ന് വെച്ചു. കുറച്ച് ഉപ്പിടുക്കണമെങ്കിൽ വിശ്രമമുറിയിൽ നിന്ന് ആ സ്ത്രീ വന്ന് അടുക്കളയിൽ ഉപ്പെടുക്കണോടത്തിയിൽ പോയിട്ട് ആ ഉപ്പെടുത്ത് കൊടുന്നിട്ട് ഇവിടെ വെക്കണം. വേണ്ടേ? ഇയാൾക്കല്ലേ അത് പോയിട്ട് എടുത്തു കൊടുക്കാൻ സൗകര്യം? ഉടനെ നിങ്ങൾ നശിക്കട്ടെ എന്ന് ശപിക്കുമെന്ന അർത്ഥത്തിലല്ല. ആ മെക്കാനിസം, ആ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ പ്രാരാബ്ധ കർമ്മങ്ങളെ വിലയിരുത്തുമ്പോൾ, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിന് പ്രാരാബ്ധ കർമ്മത്തെ വിലയിരുത്തുമ്പോൾ, എൻ്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ കേസൊന്നുമില്ല, ഞാൻ ഇന്നേ വരെ ഒരാളെ വേദനിപ്പിച്ചിട്ടില്ല, എനിക്കൊരാളുടെയും ശാപം കിട്ടിയിട്ടില്ല. വഴിയിൽ കൂടെ നടന്നു പോകുന്നവരും വില കൂടിയ വാഹനം ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഒരാളുടെ മേലേക്ക് ചളി തെറിപ്പിക്കുമ്പോൾ ആ വ്യക്തി ശപിക്കുന്നുണ്ട്. ശാപത്തിന്റെ ശക്തി അങ്ങോട്ട് പോകുന്നുണ്ട്. ശ്രദ്ധാപൂർവം വാഹനം ഓടിക്കുമ്പോൾ, ശ്രദ്ധാപൂർവം നടക്കാതെ ഇതിന്റെ വണ്ടിയുടെ മുമ്പിൽ വരുമ്പോൾ ഈ വ്യക്തിക്ക് സഡൻ ബ്രേക്ക് ഇടേണ്ടി വന്നപ്പോൾ ഈ വണ്ടി ഓടിച്ച ആളുടെയും ശാപം പോകുന്നുണ്ട്. പ്രപഞ്ചം ശാപങ്ങളുടെ ഒരു നെറ്റ്വർക്കാണ് ഈ ലോകം. നമ്മുടെ വേദന, നമ്മുടെ വയ്യായ, പല ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കും നമ്മളിത് അനുഭവിക്കുന്നതിന് പിന്നിൽ ചിലവർ പറയാറില്ലേ, നിവൃത്തിയില്ലാതെ വരുമ്പോൾ സാഹിത്യത്തിലെ സ്ഥിരം ഡയലോഗാ, ശാപം കിട്ടിയ ജന്മമാണ് എൻ്റേത്. ആണല്ലോ. അനവധി പേര് പലവരെയും വേദനിപ്പിച്ചു. എന്നെ വേദനിപ്പിച്ചവരെ ലിസ്റ്റ് ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല. അതിപ്പോഴും വേദനയായി നിൽക്കുന്നു എന്നുള്ളതല്ലേ സത്യം. മാത്രമല്ല, മഹർഷിക്ക് ശപിക്കാൻ കഴിഞ്ഞു. സാധാരണക്കാരനൊന്നും അറിയില്ല. അച്ഛൻ്റെ ശാപം കിട്ടാത്ത മക്കളുണ്ടോ? മകൻ മോശമാവണം എന്നൊരു അച്ഛനും ആഗ്രഹിക്കില്ല. സതി, പക്ഷെ അച്ഛനെ വേദനിപ്പിച്ചില്ലേ, അതിനെന്ത് ചെയ്യും? അമ്മയെ വേദനിപ്പിക്കണമെന്ന് ഞാൻ ഇല്ല. എൻ്റെ ഹൃദയം ശുദ്ധമാണ്, ഞാൻ സ്നേഹമില്ലാത്ത ആളാന്നല്ല പറയാ. സ്നേഹേ ഈ പുറത്തേക്ക് കാണിക്കാതെ ഇവിടെയാണ് വെറുതെ പറയണതാ. അമ്മയെ വേദനിപ്പിച്ചവരാണ് ഇവരൊക്കെ. അമ്മയ്ക്ക് മക്കളെ ശപിക്കാൻ പറ്റുമോ? ആ വേദന ഉണ്ടാവും. സഹോദരങ്ങൾ തമ്മിൽ അറിഞ്ഞോ അറിയാതെയോ കാശ് കടം ചോദിക്കാൻ ചെന്നു, തന്നില്ല, പക്ഷെ ഒരു വേദന സമ്മാനിക്കരുത്. അത് ആവശ്യമില്ലാത്ത കാര്യമല്ലേ? ഈ പ്രപഞ്ചമാകെ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ശാപം എന്നത്. ഇത് പുരാണങ്ങളിൽ 1-2 പേര് ആരെ ശപിച്ചു, ഇപ്പോഴത്തെ കാലത്ത് ശാപമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വേദന, നമ്മുടെ വയ്യായ, നമുക്ക് കിട്ടിയ അനുഭവങ്ങൾ ഒക്കെ അറിഞ്ഞോ അറിയാതെയോ, അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ ശരി, അറിയാതെയോ എത്രയോ പേരുടെ വേദനയ്ക്ക് കാരണമായിട്ടുണ്ട്. ചിലവർ പറയാറില്ലേ, ഞാൻ അറിഞ്ഞോ അറിയാതെയോ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് തരണം. നമുക്കിത് ബാധകമാണ്. ഈ പ്രപഞ്ചത്തെ നോക്കിയിട്ട് നമ്മൾ ഓരോരുത്തരും പറയണത് നല്ലതല്ലേ, അറിഞ്ഞോ അറിയാതെയോ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് തരണം.